Welcome to JAS Network. Environmental issues എന്ന ചാപ്റ്ററിലെ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ അതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. വാട്ടർ പൊല്യൂഷൻ എന്താണെന്നറിയാലോ? വാട്ടർ പൊല്യൂഷൻ ഈസ് എനി അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. വാട്ടറിൽ ഉണ്ടാകുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള കെമിക്കലായിട്ടോ ഫിസിക്കലായിട്ടോ എങ്ങനെയായാലും അതിലുണ്ടാകുന്ന വാട്ടർ ബോഡീസിൽ ഉണ്ടാകുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള അഭികാമ്യമല്ലാത്ത തരത്തിലുള്ള ചേഞ്ചസിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജലം മലിനമാക്കപ്പെടുക, അത് പല രീതിയിൽ, ഏത് രീതിയിലെങ്കിലും ആകാം, കെമിക്കലായിട്ടാകാം, ഫിസിക്കൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ വാട്ടർ ബോഡീസിലൊക്കെ വലിച്ചെറിയുന്നതാകാം, കെമിക്കൽ കലരുന്നതാകാം. അപ്പോൾ ഏതെല്ലാം തരത്തിലാണോ അത് ഡിസൈറബിൾ അല്ലാതായിത്തീരുന്നതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. The agents that bring about such undesirable changes are known as pollutants. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏജന്റ് ആരാണോ അവരെ pollutants എന്ന് പറയും. You know that human beings have been abusing the water bodies by disposing all kinds of things into it. അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. എവിടെ ചെന്ന് നോക്കിയാലും എന്തെല്ലാം വേസ്റ്റ് സാധനങ്ങളാണ് കൊണ്ടുവന്ന് വാട്ടർ ലേക്കിലാണെങ്കിലും റിവറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഹ്യൂമൻ ബീയിങ്സ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇതിലിടലാണ് പതിവ്. അല്ലെ, നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കാണ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് കൊണ്ടുവന്നാണ് എല്ലാവരും സാധനങ്ങൾ ഡബ് ചെയ്ത് വെക്കുന്നത്. ഇത് മോശമായ കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. വാട്ടർ ബോഡീസിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ അതിലേക്ക് ഇടരുത്. മലിനജലം അതിലേക്ക് ഒഴുക്കുക, അതിലേക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലേക്കിൽ പോയാൽ തന്നെ അറിയാം എന്തോരം വേസ്റ്റ് കുപ്പികൾ, പ്ലാസ്റ്റിക് കവേഴ്സ് എല്ലാം കൊണ്ടുവന്ന് അതിൽ നിറച്ചിടുകയാണ്. അങ്ങനെ അത് പൊല്യൂട്ടഡ് ആയിട്ട് മാറുന്നു. For maintaining the cleanliness of water bodies, the Government of India has passed the Water Act in 1974. 1974 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്, അവർ പാസ്സാക്കിയ ഒരു നിയമമാണ് വാട്ടർ ആക്ട്, ജലസംരക്ഷണ നിയമം. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടി നടപ്പാക്കിയ ഒരു നിയമമാണ് വാട്ടർ ആക്ട് എന്ന് പറയുന്നത്. വാട്ടർ ആക്ട് എന്നാണ് നടപ്പാക്കിയത്? 1974 നടപ്പാക്കിയത്. ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലെ മലിനജലം എല്ലാം നമ്മൾ ഡ്രെയിൻസ് വഴി പുറത്തേക്ക് വിടുന്നു. അതുപോലെ സ്യൂവേജിലെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും റിവറിലേക്കും ഒക്കെ ഒഴുകിയെത്തുന്നു. ഇതെല്ലാം വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഓൾറെഡി സ്റ്റഡീഡ് ഇൻ സുവോളജി ചാപ്റ്റർ 10 about sewage treatment plant. പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? സ്യൂവേജ് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്ത് ആ സ്യൂവേജ് വാട്ടറിനെ നന്നാക്കി എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ സുവോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇതിങ്ങനെ മലിനമാക്കപ്പെടുന്നു. ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കപ്പെടുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അവരാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. സോളിഡ്സ് ഇൻ എ സ്യൂവേജ് ആർ ഈസി ടു റിമൂവ്. ഒരു സ്യൂവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂവേജ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സ്യൂവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാറ്റർ സച്ച് ആസ് ഫീസീസ് ആൻഡ് ഡേർട്ടി വാട്ടർ. ഫീസീസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീറ്റ. ആ ഫീസീസും അതുപോലെയുള്ള ഡേർട്ടി വാട്ടറും ഒക്കെ കൂടിയുള്ളതാണ് സ്യൂവേജ് എന്ന് പറയുന്നത്. ആ സ്യൂവേജിൽ ഉള്ള സോളിഡ് ആയിട്ടുള്ള സംഗതികൾ, കട്ടിയായിട്ടുള്ളതിനെ നമുക്ക് ഈസി ടു റിമൂവ്, പെട്ടെന്ന് റിമൂവ് ചെയ്യാം. But it is difficult to remove the dissolved salts like nitrate, phosphate, nutrients and metallic ions and organic compounds. ഇതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഒരുപാട് ഡിസോൾവ് ആയിട്ടുള്ള സോൾട്സ്. അപ്പോൾ സോളിഡ് ആയിട്ട് കിടക്കുന്നതിനെ നമുക്ക് വേഗം റിമൂവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. ഡൊമസ്റ്റിക് സ്യൂവേജ് കണ്ടെയ്ൻസ് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ which readily decomposes by microorganisms and bacteria. നമ്മുടെ ഹോമിൽ നിന്നൊക്കെ വരുന്ന സ്യൂവേജിലാണെങ്കിൽ അതിനെ നമുക്ക് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്. അതിനെ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പ്രവർത്തിച്ച് അതിനെ ഡീഗ്രേഡ് ചെയ്ത് അത് വീണ്ടും
അതിന് നമുക്ക് റീസൈക്കിൾ ചെയ്ത് പല കാര്യത്തിനായിട്ട് വളമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ബയോഡീഗ്രേഡബിൾ ആണ്. അത് അലിഞ്ഞ് അത് മണ്ണോട് ചേരുന്നു. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് അത് ഡീകമ്പോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സീവേജിൽ നിന്ന് ബാക്ടീരിയയൊക്കെ അത് കുറെ കോമ്പോണൻസ് അതിനായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ വളർച്ചക്ക്, അതിന്റെ ഗ്രോത്തിന്, റീപ്രൊഡക്ഷന് വേണ്ടിയൊക്കെ അത് കുറെ കോമ്പോണൻസിന് ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം അത് ഡീകമ്പോസ് ചെയ്യപ്പെടുന്നു. It is possible to estimate the amount of biodegradable organic matter in a sewage water by measuring biochemical oxygen demand. That is BOD. Biochemical oxygen demand. അപ്പോൾ ഒരു സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റർ, ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ബൈ മെഷറിംഗ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അല്ലെങ്കിൽ BOD നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീവേജ് വാട്ടറിലുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ എന്തോരമുണ്ട്, അതിന്റെ എമൗണ്ട് എത്ര എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണ്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് BOD is the amount of oxygen that would be consumed if all the organic matter in 1 liter of water were oxidized by bacteria. ഒരു ബാക്ടീരിയ 1 ലിറ്റർ വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടി അത് കൺസ്യൂം ചെയ്യുന്ന ഓക്സിജന്റെ അളവാണ് BOD എന്ന് പറയുന്നത്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഒരു സാമ്പിൾ ഓഫ് വാട്ടർ അല്ലെങ്കിൽ 1 ലിറ്റർ ഓഫ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റർ, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബാക്ടീരിയ കൺസ്യൂം ചെയ്യുന്ന ഓക്സിജന്റെ അളവ്, അതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD എന്ന് പറയുന്നത്. The sewage water is treated till the BOD is reduced. BOD കുറയുന്നത് വരെ sewage water ട്രീറ്റ് ചെയ്യുന്നു. sewage water ട്രീറ്റ് ചെയ്യുമ്പോൾ BOD കുറഞ്ഞു വരുമ്പോൾ അതിനർത്ഥം അതിനകത്ത് ഓക്സിജന്റെ അളവ് കുറവാണ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ബാക്ടീരിയയുടെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ എടുക്കുന്ന ഓക്സിജന്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജന്റെ അളവ് കുറവെപ്പോഴാണ്? അതിനകത്തുള്ള പൊള്യൂട്ടന്റ് ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ പൊള്യൂട്ടന്റിന്റെ അളവ് കുറവാകുമ്പോൾ ആണ് BOD കുറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പോൾ BOD കുറഞ്ഞു വരുന്നത് വരെ നമ്മൾ സീവേജ് പ്ലാന്റിനെ, സീവേജ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം. The BOD test measures the rate of uptake of oxygen by microorganisms. അപ്പോൾ BOD ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ മെഷർ ചെയ്യുന്നത് the rate of uptake of oxygen, മൈക്രോ ഓർഗാനിസംസ് എത്ര ഓക്സിജൻ എടുത്തു എന്നാണ് BOD മെഷർ ചെയ്യുന്നത്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ BOD is a measure of organic matter present in the water. ആ സീവേജ് വാട്ടർ അല്ലെങ്കിൽ ആ ഡേർട്ടി വാട്ടറിൽ ഉള്ള ഓർഗാനിക് മാറ്റർ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യാനും BOD സഹായിക്കുന്നു. എത്ര ഓക്സിജൻ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ അതിനകത്തുണ്ടെന്നും നമുക്ക് പറയാൻ പറ്റും. അതാണ്. അപ്പൊ BOD 2 കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. എത്ര ഓക്സിജൻ അതിൽ നിന്ന് എടുത്തു എന്ന് മാത്രമല്ല, അപ്പോൾ അതില് എത്രമാത്രം ആ വാട്ടർ പൊല്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ അതിൽ എത്ര ഓർഗാനിക് മാറ്റർ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും BOD കൊണ്ട് കഴിയും. ക്ലിയർ ആയോ? If greater the BOD of waste water, the pollution will be more. BOD കൂടുതലാണെങ്കിൽ അതിനർത്ഥം പൊല്യൂഷനും കൂടുതലാണ് എന്നാണ് അതിനർത്ഥം. The place where sewage is discharged into river shows mortality of fishes and other aquatic creatures. വെള്ളത്തിലുള്ള മറ്റ് ജീവികളെയും ഫിഷസും ഒക്കെ നശിച്ചു പോകും. എവിടെയാണോ സീവേജ്
ആ റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ആ സ്ഥലത്ത്, the place where the sewage is discharged into river, ആ റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഫിഷസ്, അതിന്റെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മരണനിരക്ക്, അത് ഫിഷസും മറ്റ് ജീവജാലങ്ങളെല്ലാം, അവിടെയുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം എല്ലാം നശിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നശിക്കാനുള്ള കാരണം? This is because the microorganisms consume a lot of oxygen. അപ്പൊ ആ ഭാഗത്ത് ഇങ്ങനെ ഇത് വന്ന് ആ ചേരുന്ന ഭാഗത്ത് ഉള്ള മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ലോട്ട് ഓഫ് ഓക്സിജൻ, ഒരുപാട് ഓക്സിജൻ മൈക്രോ ഓർഗാനിസം ഉപയോഗിക്കുന്നു. കാരണം ഇത് വരുമ്പോ സിവേജില് ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ടാവുന്നു. അപ്പോൾ അതിനെ ഡീകമ്പോസ് ചെയ്യിക്കാനായിട്ട് ഒരുപാട് ബാക്ടീരിയകളൊക്കെ വേണം അല്ലേ? അപ്പൊ അവര് ഒരുപാട് ഓക്സിജൻ അവിടെ ഉപയോഗിക്കുന്നു. അങ്ങനെ അവർ കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നത് കൊണ്ട് there is a decline in dissolved oxygen. There is a decline in dissolved oxygen at that place. അപ്പോൾ അതിനകത്തുള്ള ഓക്സിജന്റെ അളവ്, ആ ഭാഗത്ത് ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇത് വന്ന് പെട്ടെന്ന് ഇങ്ങനെ വീഴുന്ന സ്ഥലങ്ങളിൽ, ആ തുറക്കുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ഫിഷസും മറ്റു ജീവജാലങ്ങളെല്ലാം ഓക്സിജൻ കിട്ടാതെ വരുന്നു. അവർക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നത് കൊണ്ടാണ് അവര് നശിച്ചു പോകുന്നത്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഭാഗത്തുള്ള ഫിഷസ് ഒക്കെ നശിച്ചു പോകാനുള്ള കാരണം അതിനകത്തുള്ള ബാക്ടീരിയ കൂടുതലായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡിസോൾവ് ഓക്സിജൻ അവിടെ ഇല്ലാതെ വരുന്നു. അതുകൊണ്ടാണ് മറ്റ് ഫിഷസിനും മറ്റ് ക്രീച്ചേഴ്സിനും എല്ലാം ഓക്സിജൻ കിട്ടാതെ വരുന്നത് കൊണ്ടാണത് നശിച്ചു പോകുന്നത്. മനസ്സിലായോ? The presence of large amount of nutrients in water causes excessive growth of planktonic algae. അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗെ എക്സസീവ് ആയിട്ട് വളരുന്നു. എപ്പോഴാണ്? ഒരുപാട് ന്യൂട്രിയൻസ് പ്രസന്റ് ആണെങ്കിൽ, അപ്പോൾ വാട്ടർ ബോഡീസിലുള്ള ന്യൂട്രിയൻസിന്റെ അളവ് കൂടുമ്പോൾ അതിനകത്തുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗകളുടെ ക്വാണ്ടിറ്റി അവരും എക്സസീവ് ആയിട്ട് വളരുന്നു. അപ്പോൾ ദേ അപ്പിയർ ആസ് എ പൗഡറി മാസ്. ഇത്തിരി പൗഡർ എടുത്ത് വെള്ളത്തിലിട്ടാൽ എങ്ങനെ വരും? ഒരു തിൻ ഫിലിം ആയിട്ട് അതിങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു പൗഡറി മാസ് ആയിട്ട് ഇത് അപ്പിയർ ചെയ്യുന്നു. ഏതാണ്? ഈ മൈക്രോസ്കോപ്പിക് ആൽഗകളെല്ലാം. അപ്പോൾ വെള്ളത്തിൽ അതൊരു പാട പോലെ കാണുന്നു. അതിന് ആൽഗൽ ബ്ലൂം എന്ന് പറയും. Planktonic algae appear as a powdery deposit that is known as algal bloom. The algal bloom decreases the quality of water and increases the mortality rate of fishes. Fishes ഒക്കെ കൂടുതലായിട്ട് ചത്തുപോകാനായിട്ട് അതിനിടയാക്കുന്നു. അതുപോലെ വെള്ളത്തിന്റെ ക്വാളിറ്റി കുറയുന്നു. മനസ്സിലായോ? അപ്പോൾ ആൽഗൽ ബ്ലൂം ഉണ്ടാകുന്നത് വെള്ളത്തില് ന്യൂട്രിയൻസിന്റെ അളവ് കൂടുമ്പോൾ, ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് പ്രസന്റ് ആണെങ്കിൽ ആ സമയത്താണിത് എക്സസീവ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആൽഗയുടെ എക്സസീവ് ഗ്രോത്ത് കൊണ്ടാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അതിന് ആ പൗഡറി മാസ് ഉണ്ടാകുന്നത്, അതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. Some algal blooms are toxic to human beings and other animals. മറ്റ് ആനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും ഒക്കെ ചില ആൽഗൽ ബ്ലൂംസ് ടോക്സിക് ആയിട്ട് മാറാറുണ്ട്. വിഷാംശമുള്ള ആൽഗൽ ബ്ലൂംസ് ഉണ്ട്. അപ്പോൾ അത് അക്വാട്ടിക് ആയിട്ടുള്ളതിന് മാത്രമല്ല, നമ്മൾ ആ ജലം ഉപയോഗിച്ചാൽ നമുക്കും അത് ദോഷകരമായിട്ട് വരുന്ന ആൽഗൽ ബ്ലൂംസ് ഒക്കെ ഉണ്ട്. Have you seen the smoke colored flowers in water bodies? The smoke colored flowers in water bodies. വാട്ടർ ബോഡീസിലൊക്കെ ഈ ഫ്ലവറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പർപ്പിൾ കളർ ആയിട്ട് ഉള്ള ഈ ഫ്ലവേഴ്സ് നോക്കൂ. ഇതിനെ വാട്ടർ ഹയാസിൻത് എന്നാണ് പറയുന്നത്. വാട്ടർ ഹയാസിൻത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്. വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു അക്വാട്ടിക് വീഡാണിത്. എന്താണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്? ഇതിലെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ വെജിറ്റേറ്റീവ് മീൻസ്. വെജിറ്റേറ്റീവ് മെത്തേഡിലൂടെയാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അങ്ങനെ വെജിറ്റേറ്റീവ് മീൻസിലൂടെ പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ ഇത് വളരെ വാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഇത് ആ പ്രദേശം മുഴുവൻ അങ്ങോട്ട്
നിറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോടുകളും റിവേഴ്സും ഒക്കെ ഇതിങ്ങനെ ഒരു പ്രദേശം മുഴുവൻ പെട്ടെന്ന് നിറയുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ നിറയുമ്പോൾ എന്ത് പറ്റും? ഇതിങ്ങനെ തിക്കായിട്ട് വളരുന്നത് കൊണ്ട് അതിന്റെ അടിയിലുള്ള ആ വെള്ളത്തിലുള്ള മറ്റ് ജീവികൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു. മനസ്സിലായോ? വെള്ളത്തിലുള്ള ഓക്സിജൻ ഇതിന് ഓക്സിജൻ വെള്ളത്തിലേക്ക് വരുന്നില്ല. കാരണം ഇത് അത്രക്ക് തിക്കായിട്ടാണ് ഇത് വളരുന്നത്. അപ്പോൾ ആ വെള്ളത്തിലുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് ഇത് ദോഷകരമായി ഭവിക്കുന്നു. മനസ്സിലായോ? സോ ദിസ് വീഡ് ഈസ് നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ. ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്നാണ് പറയുന്നത്. ടെറർ ഓഫ് ബംഗാൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോ ഏതിനാണ്? വാട്ടർ ഹയാസിന്റ്. ഇതിന്റെ പേരാണ് വാട്ടർ ഹയാസിന്റ് എന്ന് പറയും. ആ പ്ലാന്റ് വാട്ടർ ഹയാസിന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ടെറർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. These plants were introduced in India because of its lovely colors. ആ കളറ് കണ്ടിട്ട് ആ ലവ്ലി ഫ്ലവർ, എന്ത് നല്ല ഫ്ലവർ ആണല്ലേ, നല്ല കളറ്, അമോ കളേർഡ് ഫ്ലവേഴ്സ്. ആ ഫ്ലവറിന്റെ കളറും അതെല്ലാം കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ കളറ് കണ്ടിട്ട് ആരോ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. മനസ്സിലായ? അത് നമുക്ക് വിനയായിട്ട് വന്നു. കാരണം ഇപ്പോൾ അത് ഇവിടെ നമ്മുടെ രാജ്യത്തൊക്കെ അത് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളാണുള്ളത്. ഇടക്കിടക്ക് അതിനെ നമ്മൾ മാറ്റേണ്ടി വരുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റും? അത് അക്വാട്ടിക് ആയിട്ടുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് അത് വിനയായിട്ട് മാറുന്നു. Sewage from homes and hospitals contain many undesirable pathogenic microorganisms. ഹോസ്പിറ്റലിൽ നിന്നും ഹോംസിൽ നിന്നൊക്കെ വരുന്ന ആ സീവേജ് വാട്ടറിൽ ഒരുപാട് പാത്തോജനിക് എന്താണ്? ഡിസീസ് കോസിങ്, രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് ധാരാളമായിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ഡിസ്പോസൽ ഇൻ ടു വാട്ടർ വിത്തൗട്ട് ട്രീറ്റ്മെന്റ് മേ കോസ് സെവറൽ ഡിസീസസ് സച്ച് ആസ് കോളറ, ഡിസെൻട്രി, ജോണ്ടിസ് എക്സെട്ര. കോളറ, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അതുപോലെ ഡിസെൻട്രി, ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ ഇതുമൂലമുണ്ടാകും. അത് ട്രീറ്റ്മെന്റ് ഒന്നും നടത്താതെ ഈ വേസ്റ്റ് വാട്ടർ, ഈ സീവേജ് വാട്ടർ ഇങ്ങനെ റിവറിലേക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. അപ്പം അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് റിവറിലേക്കൊക്കെ വിടാവുള്ളത്. അല്ലാതെ ഇതിനെ വെള്ളത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രീസ് സച്ച് ആസ് പെട്രോളിയം, പേപ്പർ മാനുഫാക്ചറിങ്, കെമിക്കൽ മാനുഫാക്ചറിങ്, മെറ്റൽ എക്സ്ട്രാക്ഷൻ എക്സെട്ര കണ്ടെയ്ൻ ടോക്സിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഇതിനകത്ത് ഇങ്ങനെ പല ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഇതിൽ നിന്നൊക്കെ വരുന്നതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ, കമ്പനികളിൽ നിന്നൊക്കെ വെള്ളം റിവറിലേക്കൊക്കെ ഒഴുക്കി വിടുന്നു. പലരും ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? കാരണം എന്താണ്? മീനൊക്കെ ചത്തുപോകുന്നു. ഈ കമ്പനികളിൽ നിന്നൊക്കെ, ഇതുപോലെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് വെള്ളം അവർ ഇത് പുഴകളിലേക്കൊക്കെ ഒഴുക്കി വിടുമ്പോൾ അവിടെയുള്ള മീനൊക്കെ ചത്തുപോകുന്നതായിട്ട് കാണാം അല്ലേ? എന്താണ്? വിഷാംശമുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടോക്സിക് ആയിട്ടുള്ള വെള്ളം വരുന്നത് കൊണ്ടാണ് മീനൊക്കെ ചത്തുപോകുന്നത്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെയും ജലം മലിനമാക്കപ്പെടുന്നു. The thermal wastewaters or heated wastewaters flowing out of electricity generating units, that is thermal power plants, constitute another important category of pollutants. The thermal wastewaters eliminate a large number of organisms sensitive to high temperatures. So, തെർമൽ പവർ പ്ലാന്റ് അല്ലെ, ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് പ്ലാന്റ്, അതായത് തെർമൽ പവർ പ്ലാന്റിൽ നിന്നെല്ലാം പുറത്തേക്ക് ഒഴുകി വിടുന്ന ചൂടുള്ള ഹീറ്റഡ് വേസ്റ്റ് വാട്ടേഴ്സ് അത് ഒരുപാട് ഓർഗാനിസത്തിനെ നശിപ്പിച്ചു കളയുന്നു. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം പെട്ടെന്ന് നശിച്ചു പോകുന്നു. അങ്ങനെ ഒരുപാട് ജീവികൾക്ക് അത് ദോഷകരമായിട്ട് ഭവിക്കുന്നു. വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കുറച്ചുകൂടി അതിനകത്ത് ബാക്കി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.